നമസ്കാരം. നിർബന്ധ ബുദ്ധിക്കും പിടിവാശിക്കും ഏറെ കുപ്രസിദ്ധി ആർജിച്ച വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതുതന്നെയാണ് അദ്ദേഹം താരിഫ് ഏർപ്പെടുത്തുന്നതിലും കാണിച്ചത്. പല രാജ്യങ്ങളിൽ നിന്നുള്ള, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിൽ താരിഫ് ഉയർത്തുകയും അത് യാതൊരു തരത്തിലും അമേരിക്കരെ ബാധിക്കുകയുമില്ല എന്നാണ് ട്രംപ് നിരന്തരമായി വാദിച്ചിരുന്നത്. എന്നാൽ അമേരിക്കയിലെ സാധാരണക്കാരായ ജനങ്ങളിൽ നട്ടം തിരിയുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. കാപ്പി, ബീഫ്, തക്കാളി തുടങ്ങിയ അമേരിക്കക്കാരൻ്റെ നിത്യജീവിതത്തിലെ ഒഴിവാക്കാനാവാത്ത നിരവധി ഭക്ഷ്യവസ്തുക്കൾക്ക് വലിയ തോതിലാണ് വില വർദ്ധിച്ചത്. ഇതിൽ കാപ്പിയും ബീഫും ഏറ്റവും അധികം എത്തുന്നത് ബ്രസീലിൽ നിന്നാണ്. ബ്രസീലിന് 50% നികുതി നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു. ചില രാഷ്ട്രീയപരമായ അഭിപ്രായ ഭിന്നതകൾ അവർ തമ്മിലുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയായിരിക്കാം ഇത്രയും വലിയ തീരുവ ഏർപ്പെടുത്തിയിരുന്നത്. അതുപോലെ തന്നെയാണ് അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ, പലവ്യഞ്ജനങ്ങൾ, ഇങ്ങനെ എല്ലാ സാധനത്തിനും അസാമാന്യമായ രീതിയിൽ വില അങ്ങ് വർദ്ധിക്കുകയായിരുന്നു. ഒടുവിൽ ആദ്യകാലങ്ങളിലൊക്കെ തന്നെ ഇതൊന്നും സമ്മതിക്കാതിരുന്ന ട്രംപിന് ഒടുവിൽ സമ്മതിക്കാനുള്ള അവസരമൊരുക്കിയത് ഒരുപക്ഷേ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പും ഈയിടെ നടന്ന പല അഭിപ്രായ വോട്ടെടുപ്പുകളിലും ട്രംപ് ഒരുപാട് പിന്നോട്ട് പോയതുമൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് കരുതപ്പെടുന്നത്. കാരണം അമേരിക്കയിലെ ജനങ്ങൾ അസാമാന്യമായ രീതിയിൽ അതൃപ്തരായി കഴിഞ്ഞു എന്നുള്ള സത്യം വളരെ വൈകിയാണെങ്കിലും ട്രംപ് മനസ്സിലാക്കിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ വിവിധ ഭക്ഷ്യവസ്തുക്കൾക്കായി ഏർപ്പെടുത്തിയിരുന്ന ഈ തീരുവ പിൻവലിക്കാൻ തീരുമാനിച്ചത്. ബീഫ്, തക്കാളി, വാഴപ്പഴം, കാപ്പി തുടങ്ങി അമേരിക്കരുടെ അവൻ്റെ ഭക്ഷണത്തിൻ്റെ നിത്യ ജീവിതത്തിൻ്റെയൊക്കെ തന്നെ ഭാഗമായ നിരവധി ഭക്ഷ്യവസ്തുക്കൾക്കാണ് ഇപ്പോൾ ട്രംപ് തീരുവ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ ആയിക്കൂടായിരുന്നോ എന്നാണ് ഇപ്പോൾ അമേരിക്കയിലെ ജനങ്ങൾ ചോദിക്കുന്നത്. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന സിദ്ധാന്തത്തിൽ എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ട്രംപ് ആകട്ടെ ആദ്യകാലങ്ങളിലൊക്കെ തന്നെ വല്ലാത്ത പിടിവാശി കാണിക്കുകയും അത് സാധാരണക്കാരെ ബാധിക്കും എന്നുള്ള കാര്യം വളരെ വൈകിയുമാണ് മനസ്സിലാക്കിയത്. അമേരിക്കയിൽ നമുക്കറിയാം ഈയിടെ ഷട്ട് ഡൗൺ ഉണ്ടായിരുന്നു. ഏതാണ്ട് 1 മാസത്തിലധികം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. പല ജീവനക്കാരും ജോലിക്ക് ഹാജരായില്ല. അമേരിക്കൻ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പോലും ഇത് ഗുരുതരമായി ബാധിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ട്രംപ് ഇതൊന്നും തൻ്റെ കാര്യമല്ല എന്ന രീതിയിലാണ് പെരുമാറിയിരുന്നത്. അതിനെ തുടർന്നാണ് പല അഭിപ്രായ വോട്ടെടുപ്പുകളിലൊക്കെ തന്നെ ട്രംപ് ഒരുപാട് പുറകോട്ട് പോയത്. ന്യൂയോർക്ക് പോലെയുള്ള അമേരിക്കയിലെ ഏറ്റവും വലിയ ഒരു നഗരത്തിൽ തൻ്റെ രാഷ്ട്രീയ എതിരാളിയായ വ്യക്തി, അതും ഇന്ത്യൻ വംശജൻ, മേയറായതും ട്രംപിൻ്റെ കണ്ണ് തള്ളിച്ചു. മംദാനിയെ അനുകൂലിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മംദാനി മേയറായാൽ ന്യൂയോർക്കിനുള്ള പല ആനുകൂല്യങ്ങളും താൻ വെട്ടിക്കുറയ്ക്കുമെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ പോലും ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും ഇപ്പോൾ ട്രംപ് മുട്ടുമടക്കിയിരിക്കുന്നു. ഒടുവിൽ എന്തായാലും ഈ ഭക്ഷണ സാധനങ്ങൾക്കുള്ള തീരുവ എടുത്തു കളയാൻ ട്രംപ് തീരുമാനിച്ചത് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. അതല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഒരുപക്ഷെ ശക്തമായ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച അർദ്ധരാത്രി മുതലാണ് ഈ പുതിയ ഇളവുകൾ പ്രാബല്യത്തിൽ വന്നതും. ഇനി അങ്ങോട്ട് അമേരിക്കക്കാർക്ക് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ സാധാരണ വിലയ്ക്ക് നേരത്തെ വാങ്ങിയിരുന്നത് പോലെ തന്നെ വാങ്ങാൻ കഴിയും എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. സെപ്റ്റംബറിലെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ബീഫിന് 13% വില കൂടിയിരുന്നു. സ്റ്റീക്കുകളുടെ വില 1 വർഷം മുമ്പുള്ളതിനേക്കാൾ 17% വർദ്ധിച്ചു. ട്രംപിൻ്റെ മുൻഗാമിയായ ജോ ബൈഡൻ്റെ കീഴിൽ പണപ്പെരുപ്പം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയപ്പോൾ മുതൽ 3 വർഷത്തിനുള്ളിലെ ഏറ്റവും വലിയ വില വർധനവാണ് ഉണ്ടായത്. വാഴപ്പഴത്തിൻ്റെ വില 7% വർദ്ധിച്ചു. ഇതുപോലെയാണ് ഓരോ ഭക്ഷ്യവസ്തുക്കളുടെയും വില വലിയ തോതിൽ വർദ്ധിച്ചത്. അമേരിക്കക്കാരൻ്റെ ബജറ്റിനെ തകിടം മറിക്കുന്ന രീതിയിലാണ് ഈ ട്രംപിൻ്റെ ഈ ഒരു അബദ്ധ പരിഷ്കാരങ്ങളൊക്കെ തന്നെ നിലവിൽ വന്നത് എന്ന് ജനങ്ങൾ വലിയ തോതിൽ ആരോപണം ഉന്നയിക്കുകയും പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തതോടുകൂടി പിന്നെ നിൽക്കക്കളിയില്ലാതായ അവസ്ഥയിലാണ് ട്രംപിന് ഈ തീരുമാനം പിൻവലിക്കേണ്ടി വന്നത്. ട്രംപ് ശരിക്കും പറഞ്ഞാൽ ആഗോള വ്യാപാര വ്യവസ്ഥയെ അട്ടിമറിക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരും. എല്ലാ രാജ്യത്തു നിന്നുമുള്ള ഇറക്കുമതികൾക്ക് അടിസ്ഥാനപരമായ 10% താരിഫ് വർദ്ധിപ്പിച്ചു. ചില രാജ്യങ്ങൾക്ക് ട്രംപിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് വലിയ തോതിൽ താരിഫ് കൂട്ടി. ചൈനയുമായി ഏതാണ്ട് താരിഫ് യുദ്ധത്തിൽ തന്നെ ഏർപ്പെട്ടു. ട്രംപിനെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് നിർദ്ദേശിക്കാതെയും അതല്ലെങ്കിൽ ട്രംപ് പറഞ്ഞിട്ടല്ല യുദ്ധം നിർത്തിയത് എന്നുള്ള ഇന്ത്യയുടെ വെളിപ്പെടുത്തലൊക്കെ തന്നെ ഇന്ത്യയോടും അദ്ദേഹത്തിനുള്ള പക കൂട്ടി. അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെ വലിയ തോതിലുള്ള തീരുവ ട്രംപ് ഏർപ്പെടുത്തിയിരുന്നു. നമുക്കറിയാം അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി സാധനങ്ങളാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവിടേക്ക് എത്തുന്നത്. അവരുടെയും ഭക്ഷണ വസ്തുക്കൾ നേരത്തെ പറഞ്ഞ പോലെ ബീഫ് ഏറ്റവും അധികം എത്തുന്നത് അല്ലെങ്കിൽ കാപ്പി എത്തുന്നതൊക്കെ തന്നെ ബ്രസീലിൽ നിന്നാണ്. ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ച് ഒരുപക്ഷെ കേരളത്തിലുള്ളവർ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വാങ്ങുന്നത് പോലെ തന്നെയാണ് അമേരിക്കയിലെ സാധാരണക്കാരെ ജനങ്ങൾ ഏറ്റവും അധികം ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ നിന്ന് വാങ്ങുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്ഷണ സാധനങ്ങളാണ്. അവയ്ക്ക് ഇത്രത്തോളം വലിയ തീരുവ ഏർപ്പെടുത്തിയാൽ സ്വാഭാവികം അത് ഓരോ രാജ്യത്തിനും ഓരോ തീരുവയാണ് നമ്മൾ ഓർക്കുക. ട്രംപിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചാണ് അത് തോത് കൂട്ടിക്കൊണ്ടിരുന്നത്. തനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത രാജ്യത്തിന് വലിയ തോതിലുള്ള നിരക്ക്. ഇത് സാധാരണ അവിടുത്തെ ഓട്ടോമൊബൈൽ വ്യവസായം ഉൾപ്പെടെയുള്ള വൻകിട വ്യവസായങ്ങളെയൊക്കെ തന്നെ ഗുരുതരമായി ബാധിച്ചിരുന്നു. പക്ഷേ മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യം എന്നുള്ള നിലയിൽ ഭക്ഷണ സാധനങ്ങൾക്കുള്ള തീരുവ തൽക്കാലത്തേക്ക് ഏതായാലും പിൻവലിക്കാൻ ട്രംപ് തീരുമാനിച്ചത് ഉചിതമായി എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി മുതൽ തീരുവകൾ ബാധകമല്ലാത്ത ഏതാണ്ട് 100ഓളം ഭക്ഷണ വസ്തുക്കളാണ്, അതിൻ്റെ പേരുകളാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുമാത്രം ഒരു ശക്തമായിട്ടാണ് ഈ ഒരു
നടപടി, നേരത്തെ തീരുവ വർദ്ധിപ്പിച്ച നടപടി അമേരിക്കയിലെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിച്ചതെന്ന്. അവൻ്റെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന 100ഓളം ഉൽപ്പന്നങ്ങൾക്കാണ് വൻതോതിൽ വില കൂടിയത്. ട്രംപ് പറഞ്ഞത് അമേരിക്കയുടെ വ്യാപാര കമ്മി ഇല്ലാതാക്കാൻ ഇതൊക്കെ ഏറെ സഹായിക്കുമെന്നാണ്. പക്ഷേ നേരെ വിപരീതമായിട്ടാണ് സംഭവിച്ചത്. ഏറ്റവും ഒടുവിൽ ട്രഷറി അടച്ചുപൂട്ടേണ്ട അവസ്ഥ പോലും അമേരിക്കയിൽ ഉണ്ടായി എന്നുള്ളതും ട്രംപിന് വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറിയിരുന്നു. ഇത്തരത്തിൽ താരിഫുകൾ ഉയർത്താൻ ട്രംപിന് അധികാരമുണ്ടോ എന്നുള്ള കാര്യം അമേരിക്കയിലെ സുപ്രീം കോടതി പോലും ചോദിച്ചിരുന്നു. ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ട്രംപ് തോന്നുന്നത് പോലെ ഓരോ നിയമങ്ങൾ നടപ്പിലാക്കുകയും പിന്നീട് അത് കോടതി റദ്ദാക്കുകയും ചെയ്യുന്ന സ്ഥിരം ട്രംപിന് ഇഷ്ടമുള്ളതുപോലെ ഓരോ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പുറത്തിറക്കുകയും കോടതി അതെല്ലാം റദ്ദാക്കുകയും ചെയ്യുന്നത് അമേരിക്കയിൽ ഇപ്പോൾ സ്ഥിരം പതിവായി മാറിക്കഴിഞ്ഞിരുന്നു. അതേസമയം ട്രംപ് ഇപ്പോഴും വിശദീകരിക്കുന്നത് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കാത്ത വസ്തുക്കൾക്ക് മാത്രമാണ് താൻ ഈ ഇളവ് അനുവദിച്ചിരിക്കുന്നത് എന്നാണ്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഒരുപക്ഷെ ഏറ്റവും സുഗന്ധ ദ്രവ്യങ്ങൾ അമേരിക്കയിലേക്ക് എത്തുന്നത്. അവയൊക്കെ തന്നെ ഈ നേരത്തെ ട്രംപ് ഏർപ്പെടുത്തിയിരുന്ന അധിക തീരുവ വലിയ തോതിൽ ബാധിച്ചിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് ഈ പ്രശ്നം ഇനി ഇല്ല, കാരണം ട്രംപ് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് അമേരിക്കയിലെ ബീഫിൻ്റെ വില വൻതോതിൽ കുതിച്ചു കയറുന്നതും അമേരിക്കയിലെ സാധാരണക്കാരെ ജനങ്ങളെ ക്ഷുഭിതരാക്കിയിരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ബീഫ്. ഇതെല്ലാം തന്നെ ട്രംപ് ഏകപക്ഷീയമായാണ് തീരുമാനിക്കുന്നതെന്നും സഹപ്രവർത്തകരെ പോലും ഇക്കാര്യത്തിൽ തന്നെ കണക്കിലെടുക്കുന്നില്ല എന്നുമുള്ള ആരോപണം സ്വന്തം പാർട്ടിക്കുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പോലും ഉയർന്ന ഒരു സാഹചര്യവും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏതാണ്ട് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം ഈ 2ാം വട്ടം പ്രസിഡൻ്റായി ചുമതലയേറ്റത് മുതൽ അദ്ദേഹം തുടങ്ങി വെച്ച പല കാര്യങ്ങളും വലിയ തോതിലുള്ള അബദ്ധത്തിലേക്കാണ് ചെന്നെത്തിയത്. ചില അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ കോടതി റദ്ദാക്കിയെങ്കിൽ മറ്റു ചിലത് ട്രംപ് തന്നെ പിൻവലിക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു. ഇപ്പോൾ ഇളവ് അനുവദിച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ പലതും ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുതലായും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഏതായാലും ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ സത്യം മനസ്സിലാക്കി അതിന് സമ്മർദ്ദം സഹിക്കാനാവാതെ മുട്ടുമടങ്ങി കീഴടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും.